ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അതായത് ഇപ്പം നമ്മൾ ഒരേ സ്കൂളിൽ ഒരു സ്കൂളിൽ നമ്മൾ പഠിച്ച് ആ സ്കൂളിൻ്റെ HM ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമല്ലേ? അതിനും ഒരു ഭാഗ്യം തന്നെ വേണം. അപ്പം അങ്ങനെ എൻ്റെ പേരമ്മ പഠിച്ച സ്കൂളിൽ തന്നെ HM ആവുകയാണ്. പേരമ്മയും എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തിയും ഒക്കെ പഠിച്ച് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഭാഗത്ത് 1 തൊട്ട് 4 വരെ പഠിച്ച സ്കൂളിൽ HM ആകാൻ പോവാണ് എൻ്റെ പേരമ്മ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇടയിൽ ആ സ്കൂളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ പേരമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ ടീച്ചേഴ്സും നേരത്തെ തിരുവല്ല ഏതോ സ്കൂളിലാണ് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിപ്പിച്ചത്. അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി HM ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നത്. ആകണമെന്ന് ആഗ്രഹിച്ച ആളല്ല. എനിക്ക് തിരുവിഴ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചറായിട്ട് അവിടുന്ന് പെൻഷൻ ആകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ശരിക്കും ഞാൻ ഈ പോസ്റ്റ് എടുത്തത് തന്നെ അതുകൊണ്ടാണ്. അച്ഛൻ്റെ ഒരു ആഗ്രഹം, ഞാനൊന്ന് ഹെഡ് മാസ്റ്ററായി കാണണം. എന്തിനാ നീ അന്ന് റിലീഷ് ചെയ്തതെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം അച്ഛൻ ഇവിടെ വന്നിരിക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ വെള്ളപ്പൊക്കമൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നായിരിക്കും അച്ഛന് വരാൻ പറ്റാഞ്ഞത്. ആദ്യം അച്ഛനെ തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എന്നെ ഇവിടെ 1ാം ക്ലാസ്സിൽ എന്നെ ചേർത്ത രാമകൃഷ്ണൻ സാറിനെയും എൻ്റെ 1ാം ക്ലാസ്സിലെ അധ്യാപകരെ വിജയമ ടീച്ചറിനെയും സൗദാമി ടീച്ചറിനെയും അമ്മണി ടീച്ചറിനെയും ചക്രവാണി സാറിനെയും ഒക്കെ ഞാൻ മനസ്സിൽ, എൻ്റെ ഗുരുക്കന്മാരെ എല്ലാം ഞാൻ മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ പദവിയിലേക്ക് വരികയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ആള് എൻ്റെ പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഇനി എന്തിനാണ് ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. എന്ത് കാര്യം ചോദിച്ചാലും എനിക്ക് എൻ്റെ വിളിപ്പുറത്തുണ്ടാകുന്ന ആളാണ് എൻ്റെ അമ്മായി പ്രസിഡന്റ്. അപ്പോൾ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ എന്നെ കുഞ്ഞിലേ മുതൽ കണ്ടിട്ടുള്ള ആളാണ് വല്യാക്കൻ സാറിന്റെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ മുതൽ ഞാൻ തൊട്ട അയൽവക്കാണ്. അപ്പോൾ സാറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇവർ രണ്ടുപേരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളുടെ HMനെ കുറിച്ച് പറയാം. ശരിക്കും സാറും എന്നെ ഈ പോസ്റ്റിലേക്ക് വരാൻ ഒരു പ്രചോദനമായ ആളാണ്. ഞാനും വേണ്ടെന്ന് വെച്ചതാണ്. സാർ എന്നോട് ചോദിച്ചു, എന്തിനാണ് ടീച്ചറെ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്? ഏറ്റെടുക്കണം എന്ന് മാത്രമല്ല,